ജനങ്ങളിൽ 3%, സർ പറഞ്ഞ പോലെ 3% പേരാണ് ഈ ഡ്രഗ്സിന് അഡിക്ഷനും അല്ലെങ്കിൽ എന്താ പറയാ ഓരോ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നും പറഞ്ഞ് ബാക്കി 97% പിള്ളേരുടെയോ അല്ലെങ്കിൽ ജനങ്ങളുടെയോ എന്താ പറയാ പ്രിവിലേജസ് നമ്മൾ ഫോർബിഡൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് പിന്നെ അതുമല്ല, നമ്മൾ ഒരിക്കലും നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരാളെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുവന്ന് ചെയ്യൂന്നും പറഞ്ഞ് എൻജോയ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമല്ല. നമുക്ക് മെന്റലി ഒരു റിലീഫ് കിട്ടാനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്ന ആവശ്യമില്ല. ശരിയാണ്, ഇതേപോലെ കുറെ എന്താ പറയാ കുറെ ഹോർമോൺസ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ പറ്റിയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ക്ലാസ് കൊടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ബാക്കിയെല്ലാം അത് അവരുടെ കയ്യിലിരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അതുമല്ല എന്താ പറയാ നമ്മള് ഈ പറഞ്ഞ പോലെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ളവരാണെങ്കിൽ എവിടെ ആയാലും പോയി എൻജോയ് ചെയ്യും. അത് ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ നാളെ കൊച്ചിയിലോ അല്ലെങ്കിൽ ആദിത്യറിലോ നാളെ നമ്മൾ യൂറോപ്പിലോ പോയി എൻജോയ് ചെയ്യും. ഒരു സിനിമാ താരത്തിന്റെ അഭിപ്രായം കേൾക്കണ്ടേ? ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്, എയർലി ടു ബെഡ് ആൻഡ് എയർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി വെൽത്തി. ഇവിടെ ഇപ്പൊ നൈറ്റ് ലൈഫ് വേണമെന്ന് പറയുന്നു, അത് വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നു. ഓക്കെ, അതിനകത്ത് യാതൊരു എതിരും ഇല്ല. എന്ത് വേണേ നൈറ്റ് ലൈഫിൽ ആസ്വദിക്കാം. പക്ഷെ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സർക്കാർ വരണമെന്ന് മാത്രം പറയും. സർക്കാരിന്റെ ജോലി സർക്കാരിന്റെ ജോലി അതല്ല. സർക്കാരിന്റെ ജോലി അതല്ല. അത് അവര് തന്നെ അവരുടെ പ്രൊട്ടക്ഷൻ നോക്കേണ്ടി വരും. സ്വാതന്ത്ര്യമാണ്, വ്യക്തി സ്വാതന്ത്ര്യം നോക്കുക.